വളരെ അസാധാരണമായ ഒരു സമരമുഖത്താണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. ദുരന്തത്തിനിരയായ ഒരു ജനത തങ്ങൾക്ക് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നത് അത്ര സാധാരണമായ ഒരു കാര്യമല്ല. കാരണം ഏത് കാലത്ത് ഏത് നാട്ടിൽ ദുരന്തമുണ്ടായാലും മറ്റെല്ലാ അഭിപ്രായ ഭിന്നതകൾക്കും അപ്പുറത്ത് ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കാനും അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ദുരന്തത്തിൽ നിന്നും ബാധിതരായ ജനതയെ കൈപിടിച്ച് സാധാരണ ജീവിതത്തിലേക്ക് നയിക്കാനും മനുഷ്യരായി പിറന്ന സകലരും പരമാവധി പരിശ്രമിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ലോകത്തെവിടെയും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതൊരു അസാധാരണമായ സമരമാണ് എന്ന് സൂചിപ്പിക്കാൻ കാരണം. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാവാം ദുരന്തമുഖത്ത് ഇരയായിട്ടുള്ള ജനങ്ങളെ ഇത്ര ക്രൂരമായി പരിഹസിക്കുകയും അവരെ കൂടുതൽ കടുത്ത ശിക്ഷയിലേക്ക് എന്ന പോലെ കേന്ദ്ര സർക്കാർ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇവിടെ മുൻപ് സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചു, നമ്മുടെ നാട് കണ്ട ഏറ്റവും ആഘാതമേറിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. മുൻപൊരിക്കൽ ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, മലയാളികൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ്. കാരണം ലോകത്തിലെ മറ്റു പല ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വൻ ദുരന്തങ്ങൾ വേട്ടയാടിയ ഒരു അനുഭവം നമുക്കില്ല. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ആയിരങ്ങളുടെ ജീവനാശത്തിനിടയാക്കിയിട്ടുള്ള വലിയ ഭൂകമ്പങ്ങളോ അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ മഹാപ്രളയങ്ങളോ ഒന്നും കേരളത്തെ വേട്ടയാടിയിട്ടില്ല. അതുകൊണ്ട് താരതമ്യേന ദുരന്തരഹിതമായ ജീവിതം നയിക്കാൻ കഴിയുന്ന അനുഗ്രഹീതമായ ഒരു ഭൂപ്രദേശവും ജനതയുമാണ് കേരളവും മലയാളികളും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യത്തിന് ചെറിയ മാറ്റമുണ്ടാവുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നാം കാണുന്നു. നൂറ്റാണ്ടിലെ മഹാപ്രളയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 2018 പ്രളയം അതിലൊന്നായിരുന്നു. ലോകത്തെ മുഴുവൻ കോവിഡ് വേട്ടയാടിയപ്പോ കേരളത്തെയും ബാധിച്ചു. പക്ഷെ അതിനെയെല്ലാം അസാധാരണവും അവിശ്വസനീയവുമായ ഇച്ഛാശക്തിയോടെ ജനതയുടെ മഹത്തായ ഐക്യത്തോടെ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞു ഒരു പരിധിവരെ. എന്നാൽ ആ ദുരന്തങ്ങളിൽ നിന്നെല്ലാം തുലോം വ്യത്യസ്തമാണ് വയനാടിന് അനുഭവിക്കേണ്ടി വന്നത്. ഒരു നിമിഷാർത്ഥത്തിൽ സകലതും നഷ്ടപ്പെട്ടു പോയ ഒരു ജനത. നമ്മുടെ നൂറുകണക്കിന് സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പലരുടെയും മൃതശരീരം പോലും വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ദുരന്തം നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യം എന്ന പോലെയായി മാറി. പക്ഷെ ആ ദുരന്തത്തിന്റെ നാളുകളിലും മലയാളിയുടെ ഇച്ഛാശക്തിയും ഐക്യവും ആ ദുരന്തത്തെ അതിജീവിക്കാനും ബാധിതരെ പുനരധിവസിപ്പിക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നു. ആ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി തന്നെ ഇങ്ങോട്ട് വന്നത്. പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ ചിലരെല്ലാം കരുതിയത് അദ്ദേഹം ഹെലികോപ്റ്ററിലോ മറ്റോ ഒരു വാനനിരീക്ഷണം നടത്തി മടങ്ങിപ്പോകും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം ദുരന്ത ഭൂമിയിലേക്ക് നേരിട്ട് വന്നു. സാമാന്യേന സമയം ചെലവഴിച്ചു. ദുരന്തത്തിന്റെ ആഴം നേരിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ചേർന്ന പ്രത്യേക യോഗത്തിലും അദ്ദേഹം സംബന്ധിച്ചു. നേരിട്ട് കണ്ട് ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കുകയും അതിന്റെ വിശദാംശങ്ങൾ വസ്തുതാപരമായ വിവരണത്തിലൂടെ ആ യോഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു. അദ്ദേഹം ദുരന്തബാധിതരായ പരിക്കേറ്റ ആശുപത്രിയിൽ കിടക്കുന്നവരെ സന്ദർശിച്ചു. ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ ലാളിക്കുന്നതിന്റെ ചിത്രം ദേശീയ മാധ്യമങ്ങളിൽ വന്നു. ഒരു വേള മലയാളികൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചു, മോദിയും ഒരു മനുഷ്യനായി മാറിയോ? മോദിയെയും ഒരു മനുഷ്യനാക്കി മാറ്റാൻ വയനാട്ടിലെ ദുരന്തത്തിന് സാധിച്ചു എന്ന് ചിലരൊക്കെ പറഞ്ഞു. പക്ഷെ അത് വെറുമൊരു തോന്നലായിരുന്നുവെന്നും RSS എന്നും RSS തന്നെയാണെന്നും ഒരു ദുരന്തത്തിനും ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു അപകടത്തിനും ദയനീയമായ ഒരു സംഭവത്തിനും RSSനെ മനുഷ്യനാക്കാനാവില്ല എന്നും ഇപ്പോ ആളുകൾ ശരിയായി തിരിച്ചറിയുന്നുണ്ട്. വാക്ക് പറഞ്ഞു പോയ പ്രധാനമന്ത്രിയിൽ നിന്നും ചില്ലിക്കാശിന്റെ സഹായം വയനാടിന് വേണ്ടി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത് വാനനിരീക്ഷണം നടത്താതെ നേരിട്ട് ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി കടന്നു വന്നത്
ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കി ജനങ്ങളെ സഹായിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാനായിരുന്നില്ല. പ്രധാനമന്ത്രി വന്നത് ഒരു ഡിസാസ്റ്റർ ടൂറിസ്റ്റ് ആയിട്ടായിരുന്നു. മനസ് RSSന്റേതാണ്. ചലനമറ്റ മൃതശരീരങ്ങളും നാടിനെ തകർക്കുന്ന ദുരന്തവും ആസ്വദിക്കുന്ന മാനസികാവസ്ഥയാണ് മനുഷ്യവിരുദ്ധതയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാരത്തിനും RSSനും ഉള്ളത്. അദ്ദേഹം ആസ്വദിക്കാൻ വന്നതായി. തകർന്ന വയനാടിനെ, മലയാളിയുടെ കണ്ണുനീരിനെ ഇനിയും വീണ്ടെടുക്കാനാവാത്ത ഉറ്റവരുടെയും ഉടയവരുടെയും മൃതശരീരങ്ങൾ, അവർ മരിച്ചോ എന്ന് പോലും ഉറപ്പില്ലാത്തവർ ഈ അരക്ഷിതാവസ്ഥയുടെ ഈ ദുരന്തത്തിന്റെ മുഖത്ത് ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുമായി കടന്നു വന്ന ആളായിരുന്നു അദ്ദേഹം എന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയൊരു ദുരവസ്ഥ നമ്മുടെ രാജ്യത്തെ ഒരു ഭൂപ്രദേശത്തിനും ഇതിനു മുൻപ് നേരിടേണ്ടി വന്നിട്ടില്ല. ഇവിടെ ഇപ്പൊ സൂചിപ്പിക്കുകയുണ്ടായി, മറ്റു പല സംസ്ഥാനങ്ങളെയും വയനാട്ടിലെ ദുരന്തവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന ആഘാതം കുറഞ്ഞ ദുരന്തങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് സമീപിച്ചത്? മഹാരാഷ്ട്രയ്ക്ക് 1500 കോടിയോ മറ്റോമാണ് സഹായം. കർണാടകയ്ക്ക് 1000 കോടിയോളം രൂപ സഹായം. ആസാമിന് 800 കോടിയോളം എന്നാണ് കേട്ടത്. ബീഹാറിന് 11,000 കോടിയാണത്. ആർക്കും സഹായം കൊടുക്കുന്നതിന് നമ്മൾ എതിരല്ല. എല്ലാവരും സഹായം അർഹിക്കുന്നു. എന്നാൽ കേരളം, വയനാട് കൂടുതൽ അർഹിക്കുന്നു. കാരണം കൂടുതൽ ജീവനാശമുണ്ടായത്, വസ്തുവകകൾ നഷ്ടപ്പെട്ടത്, കൂടുതൽ തകർന്നു പോയത് നമ്മളാണ്. അപ്പോ കൂടുതൽ ന്യായമായും പരിഗണന അർഹിക്കുന്ന ഒരു ഭൂപ്രദേശവും ജനതയുമാണ് നമ്മുടേത്. പക്ഷെ നാം ക്രൂരമായി അവഗണിക്കപ്പെട്ടു. ചില്ലി കാശ് പോലും തരുന്നില്ല. മറ്റെല്ലാവരെയും പരിഗണിക്കും. രാഷ്ട്രീയമായ പകപോക്കലാണ്. സംഘപരിവാരത്തിന്റെ വിഷലിപ്തമായ വർഗീയ രാഷ്ട്രീയത്തെ ജീവൻ കൊടുത്തും പ്രതിരോധിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയ ഭൂമികയാണ് ഈ കേരളം എന്നതുകൊണ്ട് ഹൃദയശൂന്യമായ സംഘപരിവാരത്തെ പടിക്ക് പുറത്തു നിർത്തുന്ന ഒരു പ്രബുദ്ധ ജനതയാണ് ഈ നാട്ടിലുള്ളത് എന്നതുകൊണ്ട് ആ രാഷ്ട്രീയമായ പക തീർക്കാനുള്ള അവസരമായി ഈ ദുരന്തത്തെ ഉപയോഗിക്കുകയാണ്. മനുഷ്യരായി പിറന്നവരാരും പക തീർക്കാനുള്ള സന്ദർഭമായി ദുരന്തത്തെ ഉപയോഗിക്കില്ല. പക്ഷെ RSS ഉപയോഗിക്കും. RSSകാരനായ പ്രധാനമന്ത്രിയും അത് ഉപയോഗിക്കുന്നു എന്നാണ് കാണുന്നത്.